വയനാട്ടിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് 64.72% പോളിംഗ് ആണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത്. പോളിംഗ് കുറഞ്ഞത് കേരള സർക്കാരിനെതിരെയും എംപിക്കെതിരെയുമുള്ള ഭരണവിരുദ്ധ വികാരമെന്നാണ് എൻഡിഎ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. രാവിലെ മന്ദഗതിയിൽ ആരംഭിച്ച പോളിംഗ് പിന്നീട് ശക്തി പ്രാപിച്ചെങ്കിലും ഉച്ച കഴിയുന്നതോടുകൂടി പോളിംഗ് വീണ്ടും മന്ദഗതിയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 73.48% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2019-ൽ 80.33% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് 2019-നെ അപേക്ഷിച്ച് 2024-ൽ പോളിംഗ് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും കുറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പിലും പോളിംഗ് കുറഞ്ഞത് വോട്ടിങ്ങിലും കുറവ് വരുത്തുമെന്ന ആശങ്കയാണ് UDF ക്യാമ്പിനുള്ളത്. ഇതിന് പ്രധാന കാരണമായി UDF വിലയിരുത്തുന്നത് രാഹുലിന്റെ മണ്ഡലം മാറ്റം തന്നെയാണ്. അതേസമയം പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. ഇപ്രാവശ്യം പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കിറ്റ്, കള്ളപ്പണം, മദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്ത് കോളനികളെ ജനങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ മുൻപ് ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ആയാലും ശരി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇതുവരെ ശ്രീ രാഹുൽ ഗാന്ധിയും കാഴ്ചവെച്ചിരുന്നില്ല. അപ്പോൾ ഇത്തവണ അവർ കളം മാറി ചവിട്ടാമെന്ന് വിചാരിച്ചിരിക്കുന്നതും ഇവിടെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ എംപിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ജനവികാരമാണ് പോളിംഗ് കുറയാനുള്ള കാരണമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. മാത്രമല്ല 2019-ൽ 78,816 വോട്ട് NDA നേടിയപ്പോൾ ആ വർഷത്തെ അപേക്ഷിച്ച് 2024-ൽ പോളിംഗ് കുറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ പിടിച്ചത് 1,00,000-ലധികം വോട്ടുകളാണ്. 2019-നെ അപേക്ഷിച്ച് 2024-ൽ കാര്യമായ ചലനങ്ങളൊന്നും LDFനുണ്ടാക്കാൻ സാധിച്ചില്ല. ഇത്തവണ LDF UDFന്റെ ബി ടീമായി പ്രവർത്തിച്ചു എന്നാണ് NDAയുടെ പ്രധാന ആരോപണം. ഈ ഘടകങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. ജനം, വയനാട്.